ഒരു മാസം വെച്ചാൽ കേടാവും. സാധാ തേങ്ങ അങ്ങനെ കേടാവൂല. അതിങ്ങനെ ഉരിച്ച് വെച്ചാൽ എത്ര കാലം നിൽക്കൂ? ശരി. വെള്ളം കുറഞ്ഞു വരും. പിന്നെ പേടാവും. അട്ടത്തിട്ടാൽ പിന്നെ ബോഡയായി കിട്ടും. മടലോടിട്ടാൽ പിന്നെ ബോഡയാവും അല്ലേ? മഴയൊന്നും കൊള്ളാണ്ട് ഒറ്റത്തേങ്ങ 2 ആഴ്ച കൊണ്ട് വിളക്കാവും. അതെ. പിന്നെ ഞങ്ങൾ വെക്കാം, 6 മാസം വെക്കാം. മടലോടെ വെയിലെത്തിട്ടാൽ ഉണങ്ങി കിട്ടും. മഴയുള്ള കാലത്തായിട്ടെങ്കിലും പൊടിക്കും. എങ്ങനെ? മഴയുള്ള കാലത്താണെങ്കിൽ പൊടിക്കൂല തേങ്ങയോട്. മടലോട് കൂടി ഇട്ടാൽ പൊടിപ്പിച്ച് കിട്ടിയാൽ നല്ല അല്ലേ? അപ്പോ ഇതേ ഒരു വലിപ്പത്തിലുള്ള തേങ്ങയിൽ ഉണ്ടാവുക. വലിയ തേങ്ങ ഉണ്ടാവും നല്ല വളട്ടാല്. ദ്വീപ് തേങ്ങ അത് ഇന്നത്തെ വില 100 രൂപയ്ക്ക് ഇപ്പൊ ഉണ്ട്. 100 രൂപയ്ക്ക് 60 രൂപ തന്നെ എത്രയായി? അതെ അതെ. 1,800 തേങ്ങ വാങ്ങി. 1,800 വന്നു 150 രൂപ. അതാ ഇത് 100 രൂപ കേസാണ്. ഈ വലിയ തേങ്ങ വേഗം കേട് വരും കേട്ടോ. വേഗം കേട് വരും. വലിയ തേങ്ങ കേട് വരും. അതിന് ഇഞ്ചി കുറവായിരിക്കും. അങ്ങനെ മനസ്സിലാ? അതിന്റെ ഉള്ളിലെ കാമ്പ് കുറവായിരിക്കും. പിന്നെ വെള്ളം കുടിച്ചാൽ പിന്നെ അന്നും ഒരു ഭക്ഷണം വേണ്ട. അത് മാത്രം മതി. ഇപ്പൊ ഉണങ്ങി കിടക്കുമ്പോ തന്നെ ഇതിന് ഒരു 100 വെയിറ്റ് ഉണ്ടല്ലേ? അപ്പൊ ഇതിന്റെ അതിന്റെ വെള്ളം കുടിച്ചാൽ 2 ദിവസം ഭക്ഷണം വേണ്ട. അതെ, അത്രയും മരുന്ന് അറിയോ? അത് വെയിലത്ത് വെച്ചാൽ 5 ദിവസം കൊണ്ട് കൊപ്പില വെയിൽ വേണം. അതിന് എണ്ണ കുറവായിരിക്കും. തിക്നെസ് കുറവാണ്. ഇത് ലക്ഷദ്വീപിലൊക്കെ കാണുന്ന കാര്യമാണ്. ലക്ഷദ്വീപില് വലിപ്പമുള്ള തേങ്ങ. ശരി. ശ്രീലങ്കയോ? ശ്രീലങ്കയിലൊക്കെ ഉണ്ടോ? വെയിറ്റ് നോക്കട്ടെ. 1 കിലോ 100 ഗ്രാം 1,100.